ബീഹാറിലെ 243 സീറ്റിലും മത്സരിക്കുമെന്ന് RJD അധ്യക്ഷൻ തേജസ്വി യാദവ്. മുസഫർപൂരിലെ കാന്തിയിൽ നടന്ന റാലിയിലാണ് തേജസ്വിയുടെ പ്രഖ്യാപനം. ഇന്ത്യ സഖ്യ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുമ്പോഴാണ് തേജസ്വിയുടെ പ്രസ്താവന. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോഴൊന്നും പൂർത്തിയായിട്ടൊന്നുമില്ല. അതിനിടെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വഴി എന്താണ് തേജസ്വി യാദവ് ഉദ്ദേശിക്കുന്നത്? അനീഷ, പ്രധാനമായിട്ടും ഇപ്പോൾ ബീഹാറിലെ വോട്ടെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് മുന്നോടിയായിട്ട് മണ്ഡല പര്യടനമടക്കം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് വിവിധ പാർട്ടികളുടെ ഭാഗത്തുനിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് റായ്പൂരിൽ നടന്ന ഒരു റാലിയിൽ RJD അധ്യക്ഷൻ തേജസ്വി യാദവിന്റെ ഭാഗത്തുനിന്ന് 243 സീറ്റുകളിൽ തങ്ങൾ മത്സരിക്കുമെന്നുള്ള പ്രസ്താവന വന്നിരിക്കുന്നത്. എന്തായാലും സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ RJDയുടെ നേതാക്കളൊക്കെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വസതിയിലെത്തി സീറ്റ് വിഭജന ചർച്ചകളൊക്കെയും നടത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെയും ഉടലെടുത്തു എന്നുള്ള വാർത്തകളൊക്കെയും പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ RJD അധ്യക്ഷൻ തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. റായ്പൂരിലെ റാലിക്ക് ഇടയിലാണ് അദ്ദേഹം 243 സീറ്റുകളിലും RJD മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യം വലിയ രീതിയിലുള്ള പ്രതിസന്ധി അവിടെ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് JDUവിന്റെയും BJPയുടെയും സഖ്യത്തിലുള്ള ഭരണകക്ഷിക്ക് വലിയ രീതിയിൽ മേൽക്കൈ ഇപ്പോൾ നേടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വോട്ട് ചോരി ആരോപണം അടക്കമുള്ള വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സീറ്റ് വിഭജന ചർച്ചകളൊക്കെയും വളരെ വേഗത്തിൽ പൂർത്തിയാക്കി പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്തിയില്ലെങ്കിൽ വലിയ രീതിയിൽ ഇന്ത്യ സഖ്യത്തിന് അവിടെ ഒരു പിന്നോട്ട് പോക്കുണ്ടായേക്കാം എന്നുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ RJD അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് തേജസ്വിയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 144 സീറ്റുകളിൽ 70 സീറ്റുകളിലാണ് RJDക്ക് വിജയിക്കാനായത്. 70 സീറ്റുകളിൽ 19 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് അവിടെ വിജയിക്കാനായത്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം മാറി വരണമെന്നുള്ളത് ഇരു പാർട്ടികളും ചിന്തിക്കുന്നുണ്ട്. കൂടുതൽ സീറ്റുകളാണ് ഇരു പാർട്ടികളുടെ ലക്ഷ്യം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ RJD അധ്യക്ഷൻ തേജസ്വി യാദവിന്റെ ഭാഗത്തുനിന്നും ഈ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, സജുവാണ് വിവരങ്ങൾ നൽകിയത്.